ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இது பார்த்தீங்கன்னா ஒரு நல்ல மூவி. இது படத்தோட டைரக்டர் எடுத்த ஒரு ட்ரெய்லர் வந்து நம்ம பார்த்தோம். பாலா ஆமாம், இன்ட்ரோ சூப்பராக இருந்துச்சு ட்ரெய்லரு. இதுவும் அந்த ஃபியூச்சரிஸ்டிக் இது. ஸோ இதுவும் நிறைய கமெண்ட்ஸில் வந்திருக்கு. ஏன்னா சரி இந்த படத்தை நீங்கள் பார்க்கணும்னு சொன்னாங்க. ஏன்னா இதுவும் கிட்டத்தட்ட அந்த மாதிரி ஒரு ஜானர் தான் இருக்கும்னு சொன்னாங்க. சைஃபை. ஸோ இன்னைக்கு நம்ம பார்க்க போகிறோம். கெங்கனாச்சாரியா கெங்கே அந்த மாதிரி கெங்கனாச்சாரி. ஸோ இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கா பார்த்தீங்கன்னா அருண் சந்து. ஸோ இந்த படத்தை ரைட்டர் வந்து 3 பேர் இருக்காங்க. சிவா சாய், அருண் சந்து. ரெண்டு பேர் தான். ஓகே. ஸோ இந்த படத்தில் கேஸ்டிங் வந்து கேபி கணேஷ்குமார், ஓகே, அப்புறம் வந்து கோகுல் சுரேஷ், அஜு வர்கீஸ், அனார்கலி மறைக்கார். ஓகே, ஒருத்தர் மட்டும் தான் அஜு வர்கீஸ் மட்டும் தான் தெரியும். 2050. ஐயோ, ஃபியூச்சரிஸ்டிக். ஸோ இந்த படத்தோட டிரான்ஸ்லேட் பார்த்தீங்கன்னா செலஸ்டியல் ட்ராவலர். ஓகே, ஹாண்டரே வந்து சயின்ஸ் ஃபிக்ஷன் மாக்யூமெண்ட்ரி காமெடி. ஓகே. ஸோ இதான் பார்த்துட்டு கேஸ்டிங் ஹண்ட்ரட் எல்லாமே நம்ம அவங்க போயிட்டு கேகனாச்சரி ரியாக்ஷன் போகிறோம். Loka samastha sukhino bhavantu. Pranam Gaganvasi. It's another wonderful day here at the Bharat Space Station. We are now hovering at an altitude of 700 kilometers from the orbit, operating at an occupant capacity of 70%. Let's start the day by getting your patriotic juices flowing with a wonderful melody. என்ன சாங் இது? தமிழ் பாட்டா? செல்வனா லீவ் கேபிஷ் பண்ணாய். லீவ் காலையில இட்லி கூட சாம்பார் கூட கிடைக்கல. லீவ் கிடைக்கும். எல்லாரும் സാമ്പാർ കഴിക്കാതിരിക്കുന്നതിനാ നല്ലത്. ഈ കിഴങ്ങും പരിപ്പിടാതെ എന്തെങ്കിലും സാധനം നമ്മൾ കൊണ്ടാക്കാൻ അറിയാം. ആമല്ല, ഇത് മസാല ദോശ ഒന്ന് കൊടുത്തിയേ. കൊട്ടൂർമ വന്നിച്ചാ മര്യാദയ്ക്ക് സത്യമൊക്കെ എത്ര നാളെ പറയണ്ട. ഞാനാണെങ്കിൽ ഹരിപ്പാടിയാണ്. ഇല്ല വെള്ളം ഇല്ലാതെ കയറുന്നില്ലാണ്ട് ഒലിച്ചു പോയില്ലേ ഓടറാടേ. Damn ஒண்டிச்சு. டிஸ்டோபியன் சிட்டி உள்ளே ஆயில் எடுக்க ஆரம்பிச்சிட்டாங்க. என்னடா பண்றீங்க? ஸ்டாச்சு ஆஃப் லிபர்ட்டி R2D2 இது ஸ்டார் வார்ஸ் ரோபோட் பேர்லாம் வந்து R2D2 C3PO. ഇതിപ്പോൾ 2ാം ദിവസം അടുപ്പിച്ച മഴ ഇങ്ങനെ നാളെ കൂടി ഇങ്ങനെ പെയ്തല്ലേ കേരളം വെള്ളത്തിൻ്റെ അടിയിലാണ്. നീ ഒരു കാര്യം ചെയ്യ്, ആ ഐലം ബ്രിഡ്ജ് ഫ്ലഡ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ ഇല്ല சொன்ன அந்த ஃப்ளட் இதுதான் வந்து ட்ரெய்லர்ல മാസ്കും കിറ്റൊക്കെ മര്യാദ കേട്ടിട്ട് ഏതാടാ വണ്ടി ഇത്? സാറേ ഇത് കാണാൻ ഒരു പഴയ വില്ലേജിൽ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതെന്തോ LBC ലേലോ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. വിക്ടർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ. ഇത് മറ്റേ പഴയ ആർമി? അതെ അതെ സാർ. ശരി പോയിക്കോ. ഡേ, നീ 3D പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന IBCയുടെ കാർഡുണ്ടല്ലോ, ഒരു ദിവസം തൂക്കും കേട്ടോ. IBC അല്ലേ LBC. 4 വർഷം മുമ്പ് വണ്ടി പോകാത്ത വഴിയായിരുന്നു. പിന്നെ അജയസേനക്കാരും ഒന്നെല്ലാം വെട്ടി തുടങ്ങി. കാര്യം പാർട്ടിക്കാരൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിടക്ക ഒരു ധൈര്യമുണ്ട്. പുള്ളി ഈ വീട്ടിൽ നിന്ന് മറ്റേ അയൺ ബങ്കറിലോട്ട് മാറിയിട്ട് എത്ര കാലമായി? അന്ന് അതിന്റെ മുന്നിൽ ബങ്കറിലോട്ട് മാറിയതാ. എയർലിഫ്റ്റ് ചെയ്യുമായിരുന്നു പുള്ളിയെ. എടാ, ഇത് ശരിക്കും ഫുൾ വിക്ടറിന്റെ ഐലൻഡ് തന്നെയാണ്. മറ്റേ എലീറ്റിസ്റ്റുകളുടെ കോളനിയെക്കാട്ടിലും കൊള്ളാം. പഴയ നാഷണൽ ഹീറോ ഒക്കെ അല്ലടേ, സർക്കാർ പതിച്ചു കൊടുത്തായിരിക്കും. അല്ലെങ്കിൽ പണിയിരാത്ത ബിൽഡിങ്ങിൽ ആരെങ്കിലും ബങ്കറിട്ട് താമസിക്കും. കായ്ക്ക് കാട്ടി വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ട്. ഡേ, സാധനം എടുത്ത് പുറത്ത് വയ്ക്കാം, വാ. ഹലോ, കയറി വന്നാട്ടെ. നിങ്ങൾ മറ്റേ ബയോപിക് ഷൂട്ട് ചെയ്യാൻ വന്ന ആൾക്കാരില്ലേ? ബയോപിക് അല്ല സർ, ഡോക്യുമെന്റ്. പേര് വല്ലതായിരുന്നു? ഇല്ല സർ, ഇത് ഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടല്ലേ നമുക്ക് പേരൊക്കെ ഇടാൻ പറ്റും. വിക്ടർ സാറിന്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദമായി അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പുള്ളിയുടെ ഒരു അടുത്ത ബന്ധുവാണ്. ഓ അത് ശരി. സാറിന്റെ പേര്? എൻ്റെ പേര് അലൻ. കഴിയുമെങ്കിൽ നമ്മളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ചേട്ടാ ലൈറ്റ് ഉണ്ടാവും? രാഘവ ലൈറ്റ്സ്. രാഘവ് ജി
ലൈറ്റ്സ് പ്ലീസ്. ഓ ഇവിടെ എ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാഘവൻ മലയാളി. ഈ എ ഒക്കെ സർക്കാർ നിരോധിച്ചേക്കായി. ആ സാർ നാഷണൽ ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ആനുകൂല്യങ്ങളുടെ ഭാഗത്തിൽ പെടും. പിന്നെ ഈ രാഘവൻ എന്ന് പറയുന്നത് വിക്ടർ സാറിന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത. അതെ, നിങ്ങൾ എല്ലാവരും നല്ല ഹൈലി സാനിറ്റൈസ്ഡ് ആണല്ലോ അല്ലേ? വിക്ടർ സാർ വൃത്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. സർ, രാവിലെ തന്നെ അല്ലനും കണ്ടാൽ സാമൂഹ്യ വിരുദ്ധരെന്ന് തോന്നുന്ന 3-4 പേരും കടന്നു വരുന്നുണ്ട്. തുറക്കട്ടെ സാർ? ഓപ്പൺ ദി ഡോർ. കോപ്പി ദാറ്റ് വിക്ടർ ജി. പേടിക്കണ്ട. ഇല്ല സാർ, പേടിച്ചല്ലേ, ചവിട്ടിയാനെ. നിങ്ങളോടല്ല, പൂച്ചയോടാ. മോളെ ഭവാനി, ദൂരേക്കൊന്നും മക്കളെയല്ലേ. വിക്ടർ സാർ, ഇവര് നമ്മളുടെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ വന്ന. ഡോക്യുമെന്ററി? വരൂ വരൂ. ഒരു പെട്രോൾ റൈഡർ ഒക്കെ ആയിരുന്ന സാർ എന്താണ് ഇപ്പോ അധികം പുറത്തൊന്നും ഇറങ്ങുന്നത്? വെളിച്ചെണ്ണയുടെയും സ്വർണത്തിന്റെയും വിലയെ കടത്തിവെട്ടിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ധന വില വർധനം 2025-ലായിരുന്നു. ഗോൾഡിനും ലഹരി മരുന്നുകൾക്കും പകരം ആളുകൾ പെട്രോൾ സ്മഗിൾ ചെയ്യാം. പെട്രോൾ തീരെ കിട്ടാനില്ലെങ്കിലും രാജ്യം അതിന്റെ പേരിൽ കത്തിയെരിഞ്ഞു. കരിഞ്ചന്തയിൽ ഇന്ധന വ്യാപാരം പൊടി പൊടിച്ചിരുന്ന സമയം അപ്പ സർക്കാരിനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. 2027 തോന്നുന്നു പെട്രോൾ വാഹനങ്ങൾ കൈവയ്ക്കുന്നതും പെട്രോൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചു. പകരം GPS വെച്ച ബാറ്ററി വാഹനങ്ങൾ കമ്പനികൾ പുറത്തിറക്കാൻ തുടങ്ങി. അതോടുകൂടി നമ്മുടെ സ്വകാര്യ യാത്രകളൊക്കെ മുടങ്ങി. ഏത് സർക്കാരെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. വാച്ച് സർവൈലൻസ് പിന്നെ നമ്മളെ ആ രാക്ഷസ രൂപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം പുറത്തു പോകാറില്ല. അതെ സർ, ഈ സർവൈലൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഏലിയൻ മെഗാ സ്ട്രക്ചർ കസോളിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ഗവൺമെന്റ് സർവൈലൻസ് ശക്തമാക്കി. എനിക്കറിയാം, ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതെ സർ, ശരിക്കും എൻ്റെയൊക്കെ അന്നേരം ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളും തകർന്ന ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങൾ തകരേണ്ട കാര്യമുണ്ടോ കുഞ്ഞെ? അല്ല സർ, അതിപ്പോൾ നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ലേ നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കേണ്ടത്. മികച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സർ. അന്ന് ഏലിയൻ ഹണ്ടർ വിക്ടർ കണ്ട ആ രാക്ഷസ രൂപങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഞാനായിട്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തെയാണ് നിങ്ങളിപ്പോൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഉഗ്രരൂപിയായ ഒരു സത്വം, 16 അടി പൊക്കം, കണ്ടാൽ അറയ്ക്കുന്ന വികൃത രൂപം. இதுல வந்து பீயிங் ஆஃப் தி ஸ்கை அங்க போட்டு செலஸ்டியல் ട്രാവലർ. ആകാശത്ത് ജ്വലിച്ചു നിന്നിരുന്ന ഒരു പോർട്ടൽ, അതിൽ ഒരു ജാലകം. കാശ്മീരിൽ തുടങ്ങി പിന്നീട് ലോകത്തിന്റെ പലയിടങ്ങളിലും ഈ പ്രതിഭാസം കാണപ്പെട്ടു. ആദ്യമൊക്കെ ഭീതിയോടെയാണ് ആളുകൾ അതിനെ കണ്ടിരുന്നെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് അതൊരു വിനോദ വസ്തുവായി മാറി. കല്യാണം മുതൽ അടിയന്തരം വരെ ഈ പോർട്ടലിന്റെ താഴെ ഏത് കച്ചവടക്കാർ അതിനടിയും. ചെറിയ പെട്ടിക്കട മുതൽ മാള് വരെ. എന്നാലും നിങ്ങൾ പിള്ളേരെ സെറ്റിന് പുറത്തിറങ്ങി ഉല്ലസിക്കാതിരിക്കാൻ വയ്യ. പറയാൻ സൂക്ഷിച്ചാ നിനക്കൊക്കെ കൊള്ളാം. ഈ രാക്ഷസന്മാർ വന്നത് പിന്നെയാണ് ഇവിടുത്തെ ഉള്ള ക്രമസമാധാനവും തകർന്നത്. ലോകത്തെമ്പാടും പ്രക്ഷോഭവും കലാപവും. അതിനിടെ ഇവിടെ ഒരു ഡാമും പൊട്ടി. വെള്ളം പൊങ്ങിയപ്പോൾ പതിവ് പോലെ മലയാളി ഒരുമിച്ചു. അടുത്ത മാസം 3ാം ലോകമഹായുദ്ധം വരുന്നതുവരെ. ട്രഡീഷണൽ മ്യൂസിക്. നമസ്തേ. ഇന്ന് കേരളപ്പിറവി ദിനം. പണ്ടുകാലങ്ങളിൽ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനമായി ആചരിച്ചിരുന്നു. ഇത് എൻ്റെ സ്ലീപ്പ് പോഡ്. യുവത്വം തുളുമ്പുന്ന ഈ ചർമ്മത്തിന്റെ രഹസ്യം ഇതിലെ ഉറക്കമാണ്. ഇതുറങ്ങാനും കൊള്ളാം, ചർമ്മത്തിനും അത്യുത്തമമാണ്. പൊല്യൂഷനൊന്നുമില്ല. ഇതിൻ്റെ പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അല്പം കൂടി ചെറുതാണ്, പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് റീസെയിൽ വാല്യൂ കൂടുതലായിട്ട് ഞാൻ കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. 3ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ അതിപുരാതന കലാരൂപമായ കഥകളി അന്യം നിന്ന് പോകരുതല്ലോ എന്ന് കരുതി. പക്ഷെ ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഔട്ട് ഓഫ് ടച്ച. പ്രാക്ടീസ് ഇല്ലല്ലോ. എലിഫന്റ് ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആയിരുന്ന കാലത്ത് അതിനെ അണിയിച്ചിരുന്ന ഒരു നെറ്റിപ്പക്ഷ്. ഇത് പിന്നെ അറിയാമല്ലോ, നിത്യജീവിതത്തിൽ മലയാളിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടൂളാണ്. പെയിന്റിങ് എൻ്റെ ഒരു കമ്പമാണ്. ആർമിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇതാണ് എൻ്റെ മെയിൻ ഹോബി. ഈ ഫൈൻ ആർട്ട് പെയിന്റിംഗ് ആണ് എനിക്കിഷ്ടം. എക്സ്ക്യൂസ് മീ. അതിൽ തന്നെ ഈ ന്യൂഡ് ആർട്ടിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മോഡൽസാണ്. ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും. ഇപ്പം ഞാൻ വരപ്പ് നിർത്തിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇനി തുടങ്ങണം. അതിന് പറ്റിയൊരു മോഡലിനെ അന്വേഷിച്ച് നടക്കാൻ. പക്ഷെ കലയെന്നാൽ എനിക്കെൻ്റെ ഭാര്യ ശ്രീകല ഭട്ടായി. അവളുടെ വിയോഗത്തിലുണ്ടായ ഡിപ്രഷനിൽ നിന്നും ഞാൻ ഇന്നും കരകയറിയിട്ട്. കലയുടെ വലിയ ആഗ്രഹമായിരുന്നു ചന്ദ്രനിലിരുന്ന് സൂര്യാസ്തമയം കാണാൻ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കണ്ടോളാം. സാർ, ഒരു ഏലിയൻ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സത്യം പറയാൻ മനസ്സിൽ കണ്ടത്. നോവിക്കാതെ അടർത്തും. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സാർ ആളൊരു നേച്ചർ ലവറും ഒരു സോഫ്റ്റ് ഒക്കെയാണെന്ന്.
അതൊക്കെ ശരിയാണ്. എങ്കിൽ ഈ പച്ച പുതച്ച പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കേരളത്തിൽ കിടന്ന് ചാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ചന്ദ്രനിലെത്തിയാൽ മതി എനിക്ക്. സാറിന്റെ വക കസർത്തുള്ളത് കൊണ്ട് നേരത്തെ എഴുന്നേക്കണം. പുള്ളി നോക്കി പഠിച്ചേ, എന്നിട്ട് നമ്മളോട് ഈ ഷോ. സ്പെഷ്യൽ ഡേയ്സിൽ ഞങ്ങൾ ചില കൾച്ചറൽ പ്രോഗ്രാമിൽ ഏർപ്പെടാം. കളരിപ്പയറ്റ്, വേലകളി, തുമ്പിത്തുള്ളൽ, എക്സെട്രാ എക്സെട്രാ. കളരിപ്പയറ്റിൽ എൻ്റെ ചില മൂവ്സ് നാഷണൽ ലെവലിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ 2 അലവലാദികളും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ 2 അവന്മാരും അത്യാവശ്യം ജോലി ചെയ്യുന്നുള്ളതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ നിർത്തിയ. അതിലൊരുത്തൻ, ആ തടിയനുണ്ട്, അവൻ എൻ്റെ ഒരു അകന്ത ബന്ധുവായിട്ട് വരും. ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാ അവനിടയ്ക്ക് പേരപ്പാന്ന് വിളിക്കുന്നത്. എൻ്റെ യൗവനത്തെ ബഹുമാനിക്കാത്ത തെണ്ടി. എന്നാൽ ഈ പേരപ്പൻ സാറ് കളരി പ്രാക്ടീസ് ചെയ്യാനെന്നും പറഞ്ഞ് ഇതൊരു കഷ്ടമാണെന്നറിയും. വല്ല ക്രിക്കറ്റും കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉടനെ തുടങ്ങും അകണ്ട ഭാരത സംസ്കാരം. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻഡോ പേഴ്സൺ ആണ്. ബേസിക്കലി ഐ എം എ വിൻറ്റേജ് സിനിഫൈ. സി ഈ തണുത്ത വെളുപ്പംകാലത്ത് ഇരകൾ, സ്ഫടികം, പിന്നെ കോൺട്രവേഴ്ഷ്യൽ യെറ്റ് ക്ലാസിക് കാര്യം ഇതൊക്കെ ആണെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു എണ്ണയില്ല. അതിൻ്റെ വിഷമം, ഡിപ്രഷൻ എല്ലാം എനിക്കുണ്ട്. എല്ലാവർക്കും സെറ്റാവും, എനിക്ക് മാത്രം സെറ്റാവില്ല. പക്ഷെ ഞാൻ അതിൻ്റെ വിഷമം എല്ലാം അങ്ങ് ജോലി ചെയ്ത് തീർക്കും. ഹലോ, ഹേ സുരേഷ്, താങ്കൾ മാസ്ക് ധരിക്കുന്നില്ലേ? എനിക്ക് വെച്ചിട്ട് ശ്വാസം മുട്ടുന്നു. അയ്യോ, അങ്ങനെ പറയരുത്. കേന്ദ്ര സർക്കാർ നമുക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഖോലോ ദിൽ ഖോലോ പദ്ധതിയുടെ ഭാഗമായി പടിഞ്ഞാറൻ വനാന്തരങ്ങൾ. ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഇതെന്റെ ബ്ലോഗാണ്. ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത പോസ്റ്റേഴ്സാണ്. ഇത് താഴ്വാരം, പഴയൊരു കൾ ചിത്രം, കാലം തെറ്റി പറന്നുപോയൊരു യമകൾ ചിത്രം. വീണ്ടും ലിസ. ഒരുപാട് പേർക്ക് മാനസിക സുഖം ലഭിച്ചിരുന്ന ഇവരുടെ അടുത്തുനിന്ന്. പുറത്ത് എപ്പോഴെങ്കിലും ഇറങ്ങുന്ന വീക്കെൻഡ്സിലാണ്. പഴയ 71 മെട്രോ തൂണിലെ റെട്രോ ബാറിലാണ് സ്ഥിരം ഹാങ് ഔട്ട് ചെയ്യും. ആ JSNക്കാരുള്ളത് കൊണ്ട് ഇപ്പോൾ നൈറ്റ് സോഷ്യലൈസിംഗ് ഒക്കെ സേഫാണ്. ഗുഡ് മോർണിംഗ് കൊച്ചാട്ടാ. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാം? എന്ത് പ്രോഗ്രാംസ് വിക്ടർ ജി? ഇല്ല, എന്തെങ്കിലും പ്രോഗ്രാംസ് കാണില്ലേ? എന്താ മോനെ? വൈബ്, സ്വയം വൈബ് എന്ന് വിശേഷിപ്പിക്കും. സാറിന്റെ അർത്ഥം കുക്ക. 1 വർഷം മുമ്പ് ഞാനായിട്ട് അഭയം കൊടുത്തു. കളർ பண்ணிருக்கீங்க. വേറെ സ്ഥലത്തോ ഒരു വൈബ് People call me Vibe. Roses are red. I work as a creative contributor. എടാ സൈഡിൽ കുറച്ച് കണിക്കോ നോക്ക്. ക്രിയേറ്റീവ് അല്ല അലമ്പല്ലേ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലൈഫിന്റെ പീക്കിൽ നിന്നിരുന്ന ഹൗസ് ഹോൾഡ് നെയിം ആയിരുന്നു. പാർട്ടീസ്, ഹാങ് ഓവേഴ്സ്, അങ്ങനെ ലൈഫിങ് ജിൽ 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 എന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിച്ചു, ഗവൺമെന്റ് ഇന്റർനെറ്റ് നിരോധിച്ചു. ഞാൻ പെട്ടുപോയി. I was depressed. Still I made a lot of people. Flings, freaks. ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസിങ് അപ്പോൾ തന്നെ ബാറിലോട്ട് മാറ്റി. ഈ വിക്ടറിനൊക്കെ രാവിലെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് ഞാനാണ്. അലങ്കുട്ടനെ എന്നെ ഇവിടെ കൊണ്ടുവന്നേ. പക്ഷെ അവന്റെ ചില നേരത്തെ കൊണയുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. എന്താ മോനെ നേരം എടുത്തല്ലേ? ആരായാലും ഈ ഇരുട്ടത്തിരുന്നുള്ള കട്ടുതീറ്റ അധികം കാലം ഉണ്ടാകും. പതിവ് പോലെ ഇന്നലെ പോയിട്ട് ഒന്നും ഒത്തില്ലല്ലോടാ. ഞാൻ ബാറിൽ പോകുന്നത് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ലേഡീസ്, എനിക്ക് വിളക്കാൻ അറിയാനിട്ടല്ല, അറിയാലോ ഈ വിക്ടർ സാർ ഞാനും ഒക്കെ ഇതിന്റെ ആൾക്കാരാ. ഇതൊന്നും ശരിയല്ല കേട്ടോ. എന്ത് ശരിയല്ല? അല്ല, ഈ കേസിനെ കൊണ്ട് മള്ളോട്ട് പോകുന്നത് സത്യമായിട്ടും ഉളുവൊന്നും അല്ലെന്നേ. ഒരു കൊട്ടാരക്കരക്കാരൻ മലയാളി കണ്ടുപിടിച്ചതാ. അമേരിക്കക്കാരൻ ആദ്യമായിട്ട് ചൊവ്വയെ പോയപ്പോ യാത്രക്കാരെ സഹായിച്ചതൊക്കെ ഇവനാ. അന്ന് ഇവന്റെ പേര് സ്റ്റീവ് എന്നോ മറ്റോ ആയിരുന്നു. പിന്നെ നാസ പൂട്ടുന്ന സമയത്ത് ശമ്പളമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. കൈ കിട്ടുകയെല്ലാം വാരിക്കൊണ്ട് നമ്മുടെ കൊട്ടാരക്കരക്കാരനെങ്കിൽ പോകും. ഒരു ദിവസം ഇവിടെ ചീട്ട് കളിക്കാൻ വന്നപ്പോൾ പുള്ളി 5 തവണ കഴുതയായി. ഡോങ്കി തോറ്റപ്പോൾ കയ്യിലുള്ളതെല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. നമുക്ക് പിന്നെ ഈ തിളക്കത്തിലും തൂക്കത്തിലും ഒന്നും താല്പര്യമില്ലല്ലോ. കൂട്ടത്തിൽ ഇവൻ എനിക്കും ഇഷ്ടപ്പെട്ടു.
അപ്പൊ തന്നെ ഞാനേ ഇവനെ രാഘവൻ എന്ന് പേരിട്ട് എന്റെ സിസ്റ്റത്തിലെങ്കിൽ കിടക്കാനൊരു സ്ഥലവും 3 നേരത്തെ ആഹാരം കൊടുക്കണ്ടല്ലോ. മനുഷ്യനെക്കാളും ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ രാഘവനുണ്ട്. രാഘവ, നിന്റെ സത്യസന്ധതയുടെ സെറ്റിംഗ് എത്ര എന്നാ പറ മുതലാളിയെ കുറിച്ച്. വിക്ടർ ജി നന്മയുടെ നെറുകിടമാണ്. കാലമേ, ഇനി പിറക്കുമോ ഇതുപോലൊരു പ്രതിഭാസം? കുട്ടി ചെറിയ കീഴ് എഴുന്നേറ്റോളൂ. ചെറിയ ഭ്രാന്തുള്ള കാരണം കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തിയെ കൊണ്ടുവന്ന ആ മുതുക്കിന്റെ ഒരു തൊലിഞ്ഞ ചോദ്യമുണ്ട്. കുട്ടിയുടെ പേര് ഡെയ്സി അല്ലേ? കുട്ടിക്ക് കളരി അറിയുമോ? പതുക്കെ കഴിക്കണ്ടേ? ഈ കമ്മ്യൂണിറ്റി ഡൈനിങ് എനിക്ക് മസ്റ്റാ. ആളുകൾ ഒരുമിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്നും ഒരു സോഷ്യലിസ്റ്റാണ്. ഇതെല്ലാം കണ്ടോണ്ടാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരു ഒറ്റത്തടിയാ. അത് നിങ്ങൾ ആലോചിക്കും. ഒരുത്തൻ ജിക്സിനെ കൊണ്ടുവരും, മറ്റേ ആള് ന്യൂഡ് വരയ്ക്കും, വീണ്ടും ജിക്സിനെ കൊണ്ടുവരും, ന്യൂഡ് വരയ്ക്കും. ഇതിന്റെയൊക്കെ മൂസാക്ഷിയായി ഞാൻ. ശ്രദ്ധിക്കൂ സഹോദരി, ഞാൻ ഉപദ്രവിക്കാൻ വന്നല്ല കേട്ടോ. തന്മയത്വം നിറഞ്ഞു തുളുമ്പുകയാണ്. സാറത് ഞങ്ങളെ എല്ലാ ആഴ്ചയും ഒരു തവണയെങ്കിലും, പക്ഷെ ഉള്ളത് പറയണമല്ലോ. ഞാൻ പറയും ബെസ്റ്റ് അടിപൊളിയാന്നൊക്കെ, കാരണം സാറ് ഞങ്ങൾക്ക് ഗീഫ് ഉണ്ടാക്കി തരും. രാഘവ, ലൈറ്റ്സ്. ഗീഫ് ഗീഫ് എനിക്ക് ബീഫിന്റെ പേരിലുള്ള കലാപത്തില് പണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. അങ്ങനെയാണ് ബീഫ് ബാൻ നിലവിൽ വരുന്നത്. ഈ സാധനം സ്കോർ ചെയ്യാൻ പോകുമ്പോഴുള്ള റിസ്ക് എൻ്റെ അമ്മോ. ഏതേലും അടുക്കളയിൽ ഇതുണ്ടാക്കിയ മണം പിടിക്കുന്ന മെഷീൻ വരെ കണ്ടുപിടിച്ചു. അങ്ങനെ ദിനം പ്രതി കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. പൊളിച്ചിരുന്നത് വായിച്ചുകൊണ്ടിരുന്നോ മരയവന്മാര് പോകും. അങ്ങനെ നാട്ടുകാരുടെ റിക്വസ്റ്റ് കണക്കിലെടുത്ത് ഗവൺമെന്റ് ഗീഫ് ഇറക്കി. ഈ ബ്രോയിലർ ചിക്കനൊക്കെ പോലെ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ഉള്ള ഒരു ജീവിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഹൈബ്രിഡ് ഓഫ് ഗോട്ട് ആൻഡ് ഡോഗ്. കൊടുക്കത്തെ ടേസ്റ്റാ, പക്ഷെ വാങ്ങാൻ കുറെ പോയിന്റ്സ് ചിലവാകും. ആരും ഇല്ല ഇവിടെ. തിന്നാൻ വല്ല ഉണ്ടോ നോക്ക്. അവിടെ എന്തുവാടെ ഇമ്മരും തിന്നാറില്ല. ഇനിയിപ്പോ ക്യാൻറ്റീനിൽ പോയി കഴിക്കണ്ട. അയ്യോ എപ്പോ വന്നേ സാർ? ടീ കാഫി ലലോ പാൽ വെള്ളം മിൽക്ക് ഷേക്ക് പ്രോട്ടീൻ ഷേക്ക് ഏതാവത്തെ കിട്ടുമാ സാർ? ഭവ്യത കുറച്ച് കൂടുതലാണല്ലോടാ. ക്യാ സാർ യഹാ കുച്ച് പ്രോബ്ലം ഹൈ ക്യാ? ഒരു സ്ട്രോങ് ചായ, മധുരം കുറച്ച്. അവളോ തരാ തൽക്കാലം മതി. ഒരു മീഡിയം മധുരം കൂട്ടി. हो जाएगा भाई. പെട്ടെന്ന് ആയിക്കോട്ടെ. वांगे सर ओ करेंगे सर. आप चाहिए साहब. ഓക്കേ. എല്ലാ വീടിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കീയും കൊണ്ട് ഇവന്മാരുടെ നടപ്പ്. പ്രശ്നക്കാരാ. ചായ ആയില്ലേ? ആയി സാർ. കൊടുക്കടാ. നിനക്ക് വേണോ? സോഡ സാപ്പിട് സാർ. അയ്യോ മോശമാ പക്കറാങ്ങളെ. ഈ ഐലൻഡിൽ താമസിക്കുന്ന വിക്ടർ സാറല്ലേ, ഞങ്ങളുടെ ഫോഴ്സിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സമീപിക്കാറുള്ള പുള്ളി തന്നെ. ഹായ് അല്ലേ? പിന്നെ വെറുതെ ഒന്നുമല്ല, അതിന് പ്രത്യേകമായിട്ട് ആ കമ്മീഷനുള്ളിലുള്ള അയാളുടെ എർത്തുകളുടെ സ്ഥിര താമസം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കണ്ടില്ലെന്ന് എടുത്തു. സാറെന്ന് വിളിക്കുമേ. ഓ സോറി, വിക്ടർ സാർ. ഈ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന കുറേ പേരുടെ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും 5% കുറവാണ് നമ്മൾ വിക്ടർ സാറിൽ നിന്ന് മേടിക്കുന്നത്. ഈസി ആയിട്ട് ഞങ്ങളുടെ ഈ ഫോഴ്സിലേക്ക് ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യും. വളരെ എളുപ്പമാണ്. അങ്ങനെ വളരെ എളുപ്പമൊന്നും ആർക്കും ജോയിൻ ചെയ്യാം. കുടുംബത്തിൽ പറക്കണം, അത് നല്ല കുടുംബത്തിൽ. ദേ ഞങ്ങൾ നോക്കിക്കേ, ആ ഒരു ലുക്കില്ലേ, യുനോ ഏത് സമയവും എവിടെ വേണേലും കയറി ചെല്ലാം. യെസ്, ആൻ അൾട്ടിമേറ്റ് ആക്സസ് ടു എവരിവൺസ് പ്രൈവസി. യെസ്. ഇപ്പൊ വരെയൊന്നുമില്ലേ? ഉണ്ടല്ലോ. എന്നാ എൻ്റെ ഒരു പടം വരച്ചേ. ഇപ്പൊ വേണോ? എന്താ മൂടില്ലേ? മനുഷ്യനെ മനക്കെടുത്താൻ വേണ്ടി വന്ന് കയറിയിരിക്കുന്നു. ശല്യം. മഴ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ ഡിപ്രഷനാ. ഐ മീൻ ഡിപ്രഷൻ്റെ മുകളിൽ ഡിപ്രഷൻ. വൈബിനും എനിക്കും മഴയെന്ന് പറഞ്ഞാൽ ട്രോമ. പുള്ളി ഈ ടി വിയിൽ സൺറൈസും സൺസെറ്റും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. വേറിപ്പം മുകളിലത്തെ നിലയിലാണല്ലോ, സേഫ് അല്ലേ? Water level has steadily declined. Congratulations. സാർ ചായ, തുണികൾ കഴുകി, ടാങ്ക് നിറച്ച് വെള്ളം, തറ തുടയ്ക്കാം, കക്കൂസ് കഴുകി. ഗുഡ് ബോയ്. നീ തീർന്ന് എടാ നാറി. എവിടെയാടാ എന്റെ റിമോട്ട്? മെയിൻ ഡോർ ഓപ്പൺ, മെയിൻ ഡോർ ഓപ്പൺ, മെയിൻ ഡോർ ഓപ്പൺ. ബങ്കറിന്റെ വാതിൽ തുറന്നിടരുതെന്ന് യുവമാരോട് പല തവണ പറഞ്ഞിട്ടുണ്ട്.
വൈഭവ് അല്ല അയ്യോ എടാ എന്തുവാടാ വഴി വന്ന് കിടക്കുന്ന മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഏടാ വൈഭവേ വൈഭവേടാ എഴുതേക്കടാ അയ്യോ അയ്യോ ചോര വൈഭവേ എടാ മോനെ എടാ എടാ എഴുതേക്കടാ നിനക്ക് എന്ത് പറ്റിയടാ ടൊമാറ്റോ സോസ് ഒന്ന് പിറ്റാവുന്ന നിനക്ക് എവിടെ ഉള്ളവനാടാ നിനക്ക് അലൻ അയ്യോ നീ ആയിരുന്നോടാ എടാ മുകളിലൊരു സാധനം മനുഷ്യനാ പക്ഷെ മനുഷ്യനല്ല നീ ഒരു പിന്നായം പോലെ കണ്ടുള്ളൂ ഉത്തരത്തിലായിരിക്കുന്നേ നീ ഒന്ന് വാ നീ മുമ്പേ നടക്ക് ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് പറയുന്നു പറഞ്ഞു ഉത്തരത്തിരിക്കുക പേടിക്കണ്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സത്യമായിട്ട് കണ്ടതാ. കുന്തം ഓരോ പ്രേതനോലും വായിച്ച് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അയ്യോ എന്റെ ഭവാനി എന്റെ പൂച്ച താഴോട്ട് കണ്ട് പോയെന്നാ തോന്നുന്നേ. നീ ഒന്ന് നോക്ക്, നീ മുമ്പേ ഞാൻ പറയാം. ഈ കറണ്ട് പോകുമ്പോ മാത്രം പേരപ്പന് പാസത്തോട് പാസം ചത്തോ. ഇങ്ങ് വന്നേ. എന്റെ ഭവാനിയുടെ പൂടാ. അവൾ എന്റെ പൂച്ചേച്ചു. ഭവാനി പാവമായിരുന്നു. ഒരു പെൺപൂച്ചയായിരുന്നെങ്കിലും അതിന്റെ ഒരു അഹങ്കാരവും അവൾക്കുണ്ടായിരുന്നില്ല. ആദ്യം സരസ്വതി, ദേവകിയം, വത്സല, ഇപ്പൊ ഭവാനി. ഈ വീട്ടിൽ പെൺപൂച്ച വാഴില്ലെന്നാ തോന്നുന്നത്. ഇവളെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. ഇറക്കി വിട. അല്പം മനസ്സാക്ഷി ഇല്ല, ലവലേശമില്ല. ഇതാരാ? ഇവന്റെ പെങ്ങളാ. ഇവന് പെങ്ങളെ പോലെയും എനിക്ക് മകളെ പോലെയുമുള്ള ഇവന്റെ അപ്പച്ചിയുടെ മകൾ. എന്തോ പേര്? സുമ. ലത. സുമലത. ഒന്ന് നാട് വരെ. ഇവളുടെ അമ്മ ശാരദയ്ക്ക് ഫിറ്റ്സിന്റെ അസ്കതയാണ്. ഇവിടെ മറ്റേ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ അലർട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അന്യഗ്രഹ ഫിക്സ് അതും രണ്ടും. എന്നാലും സാറേ ഈ സമയത്ത് ഈ സുമലതയും കൊണ്ട് പോകുന്ന ആ മനസ്സ് ഡാർക്ക്. അത് ഇവന്റെ അപ്പച്ചിയുടെ ഫിറ്റ്സ്. നാളെ തൊട്ട് കർഫ്യൂ നേരത്തെയാ. ആരും പുറത്തിറങ്ങണ്ട. തൽക്കാലം സുമലതയും കൊണ്ട് അകത്തിരുന്നാ മതി. അല്ലെങ്കിൽ ലതയുടെ തല കാണില്ല. ബൈ ദ ബൈ ഒരു 3000 പോയിന്റ്സ് ഉണ്ടാവോ എടുക്കാൻ? എന്നാ പിന്നെ റൗണ്ട് ആയിട്ട് 3500 ആയിക്കോട്ടെ. ഓക്കെ, കിട്ടി പോയിച്ചു. അപ്പം പോകട്ടെ. ആയിക്കോട്ടെ. അവന്മാർക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഇനി എന്തോ ചെയ്യും? ഈ സാധനത്തിന് എവിടുന്ന് പുറത്താക്കണ്ടേ? പേരപ്പൻ കേട്ടോ, ഇതിനെ പുറത്തു വെച്ച് പിടിച്ചിട്ട് പേരപ്പന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്തോ? അല്ല, ഇവളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അന്യഗ്രഹ ജീവിയാന്ന് പറയൂ. പിന്നെ ഏത് ഗ്രഹത്തിൽ നിന്നാന്ന് പറയും? നമുക്ക് തൽക്കാലം ഇവളെ ഈ ഗ്രഹത്തിലെ ഒരാളെ കണ്ടൂടെ? നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം ഈ കർഫ്യൂ തീരുന്നവർ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് നിന്റെ മുറിയിലിട്ട് പൂട്ടണം. എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ. എന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള സാധനം പോയി വാങ്ങിച്ചോണ്ട് വരണം. ആലവലാതിന്റെ ബൈക്ക് എടുത്തോളൂ. ഇവളെ കണ്ടാലേ അറിയത്തില്ല ഏതോ കൊള്ളാവുന്ന വീട്ടിലെ കുട്ടിയാണ്. വല്ല അത്യാവശ്യത്തിന് ഇവിടം വരെ വന്ന് വണ്ടി കിട്ടാതെ പെട്ടുപോയതായിരിക്കും. 5 ദിവസത്തേക്കുള്ള എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുമോ? പഠിച്ചേക്കാതെ കടന്നു വരണം സാർ. സാറിനറിയാലോ ഏർലി മോർണിംഗ് വൈബ്സ്. അതും മ്യൂസിക്കും കൂടെ ആയപ്പം ഞാൻ കയറി കുക്ക് ചെയ്തു. കുക്കിംഗ് ആൻഡ് മ്യൂസിക് മേക്സ് മീ റിയലി ഹൈ. ഈ ഭക്ഷണം മുഴുവൻ അതിവിടെ ബോക്സിൽ ഇരിപ്പുണ്ടായിരുന്നു. എല്ലായിടത്തും ഞാൻ കുക്ക് ചെയ്തു. ബോക്സിൽ വെച്ച നന്നായി. ഒന്നും തന്നെ തപ്പിപ്പൊണ്ടി വന്നില്ല. പ്ലീസ്. അപ്പൊ എനിക്ക് ഇന്നലെ നടന്നു. അങ്ങനെ ഇന്നലെ നടന്നൊന്നും മറക്കുന്നവനല്ലേ വൈഭവ് വൈദ്യനാഥൻ. ആൻഡ് ഐ റിയലൈസ് നിങ്ങളുടെ ആ തിരിച്ചറിവ് നിങ്ങളുടെ മുഖത്തുണ്ട്. അല്ലെന്നെ എന്ത് പറയുന്നു? ഞാൻ പറയാം. ഒരാഴ്ചത്തേക്കുള്ള സാധനം നീ ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തീർത്ത്. അയ്യോ ഇല്ല, കുറച്ച് എടുത്ത ഉച്ചയ്ക്ക് രാത്രി ഒക്കെ തിന്നാം. എവിടെ പോയി? സത്യം പറടാ, എന്തോ സംഭവിച്ചേ? അതുണ്ടല്ലോ, ഞാൻ ഇന്നലെയും ബാറിൽ പോയായിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോൾ മൂലയ്ക്കൊരു പെങ്കൊച്ച അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഞാൻ അവളോട് ചോദിച്ചു, കുഞ്ഞാ നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചത്. അവൾ എൻ്റെ കൂടെ താഴെ നമ്മുടെ സ്റ്റെപ്പ് കയറുന്ന വഴി ഞാൻ അവളോട് എന്തൊരു കാര്യം തരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവള് തന്നില്ല. അവൾ ആൻറ്റി ഗ്രാവിറ്റി എന്നാ തോന്നുന്നേ. അപ്പം എൻ്റെ ബോധം പോയി. കുട്ടി ഒന്നും കൊണ്ട് പേടിക്കണ്ട. സ്ത്രീകൾക്കെതിരെ ഒരു ആക്രമണവും ഇവിടെ ഞാൻ അനുവദിക്കില്ല. സാർ ഇവിടെ അനുവദിക്കില്ല. അത് മാപ്പ് ഇന്നലെ സബ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് സൂത്രത്തിൽ വിളിച്ചുകൊണ്ട് വന്നേ. നാണം കൊണ്ടുകൂടാ കൊഞ്ഞാണാ ഈ വീട്ടിലേക്ക് ഒരു അന്യഗ്രഹ ജീവിയെ കൊണ്ടുവരാൻ. സബ് സ്റ്റേഷനിൽ എന്തുവാ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഇതിനൊരു തീർപ്പ് പറ. ഒരാഴ്ചയും കൂടെ അവളെ ഇവിടെ നിർത്താന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? നമ്മൾ ഒരു പുല്ലും തീരുമാനിച്ചിട്ടില്ല. യവൻ കൊണ്ടുവന്ന ഏണിയാ. യവൻ തന്നെ കൊണ്ട് കളഞ്ഞോളൂ. എനിക്ക് വയ്യ. പറയുന്ന പോലെ കേട്ടാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിന്റെ പെട്ടിയും കിടക്ക എല്ലാം കൂടെ എടുത്ത് ഞാൻ വെളി വയ്ക്കും. കട്ട നെഗറ്റീവ് വൈബ്സ്. ചൂട് ഭയങ്കര ചൂട്. എന്തായി നോക്കി നിൽക്കുന്നേ? പോയിന്റ് ഉണ്ടോ? കട്ട നെഗറ്റീവ് വൈബ്സ്.
അഞ്ചാറ് വട്ടം തെക്ക് വടക്കിറക്കി കൺഫ്യൂഷൻ ആക്കി അവളെ എവിടേക്കോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്നെ അലനെ. ഇനി അവളല്ല ഏലിയന്മാരുടെ തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവൾ ഇനി ഇങ്ങോട്ട് വരില്ല. വെറും ഒരു അന്യഗ്രഹ ജീവിയെ കളയാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോയേ. എന്നെ കുറ്റം പറഞ്ഞ് 2 മേളിൽ ഇരിപ്പുണ്ടാവും. ഐ ആം കമ്മിങ്. ഏൽപ്പിച്ച ജോലി ഭംഗിയായി പൂർത്തിയാക്കി. ഇനിയും പേരപ്പനും മച്ചുനും എന്താ വേണ്ടേ? എന്നെ കൊല്ലണോ അതോ തല്ലണോ? തല്ല്. ചായ കടുപ്പത്തിലെടുത്തോ. கேட் ஃபுட் கோவப்படல எப்படி ஆகுதா? கண்ட்ரோல் பண்றோம். The shape of water കണ്ടാമിനേഷൻ നല്ല ചാൻസ്. അതുകൊണ്ട് റിസ്ക് എപ്പോഴും ഒഴിവാക്കണമല്ലോ. അതിനുള്ള കരുതല. ഓ കുന്തവാ. അവൾ അറിയാതെ എങ്ങനെ അങ്ങേര് തൊട്ടിരുന്നേ. അയാളുടെ ഇത്രയും കാലത്തെ കൊള്ളരുതായ്മകളെല്ലാം പുറത്തു വരും. അതിനായി കിറ്റിട്ടുണ്ടല്ലോ ഈ ഷോയ്ക്ക്. അപ്പൊ സാറിന് പേടിയില്ലേ? കമോൺ, ഞാൻ എന്തിനു പേടിക്കാം? കുറച്ച് ക്രൂഡ് ആഭിചാര മന്ത്രങ്ങൾ ചെയ്ത തകിടുകൾ ഈ ഐലൻഡിന്റെ പല ഭാഗത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സ്വർണ്ണഭൂഷണം അങ്ങേരുടെ അരക്കെട്ടിന് ചുറ്റും ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മറ്റേ ഐറ്റംസ് ഈ പരിസരത്തോട്ട് വരാത്തത്. സാർ അത് കൂടോത്രല്ലേ? ബ്ലാക്ക് മാജിക് ആണെങ്കിൽ എന്റെ വൈബ് പോസിറ്റീവാണ്. ബിക്കോസ് പീപ്പിൾ കോൾ മീ വൈബ്. എന്താണ് ഇവിടെ ഒരു വൈഷമ്യം? അവളാ കാറ്റ് ഫുഡ് എത്രയും തിന്നീർത്തുന്നേ. 5 ദിവസത്തേക്കുള്ള ഭക്ഷണം ഒറ്റ ഇരിപ്പിനെ തീർക്കുന്ന ഇച്ചിരി കൂടുതലല്ലേ? ഇതിനെ പട്ടിണി കിടുന്ന അതിനേക്കാളും വലിയ കുഴപ്പമാടാ. ഉണ്ടല്ലേ ജിഗി ജിഗാ മിന്നുന്നത്. ഓ അതിനിപ്പോ എന്താ, ചെറുതായിട്ടൊന്ന് ഫ്ലിക്കർ ചെയ്യുന്നില്ലേ. എടാ പോലീസുകാരേക്കുന്ന ട്രാക്കർ ഉണ്ടല്ലോ, അതിലെങ്ങാണ് ഇവള് പെട്ടാൽ അവന്മാർ ഇവളെ പിടിച്ചോണ്ടേ കൊല്ലും. അതെനിക്കൊരു പ്രശ്നമല്ല. പിന്നെ നിങ്ങളെ അവർ പിടിച്ച് ജയിലിലിട്ടു, അതും എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എന്റെ കാര്യം അതെനിക്കൊരു വിഷയമാണ്. ആരാടാ നിന്റെ പേരപ്പ? നീ ഒരു കാര്യം ചെയ്യ്, പോയി 8 കിലോ കാറ്റ് ഫുഡ് വാങ്ങിച്ചോളൂ. എന്നിട്ട് 3 നേരം റേഷൻ പോലെ കുറേശ്ശെ അതിന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കും. EMP ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ്. ഇവള് വന്നേ പിന്നെ ഇവിടെ ഡെയിലി കറണ്ട് കെട്ടാ. ഫ്യൂസ് കെട്ടി ഞാൻ മടുത്തു. ഇവരെ എങ്ങനെ അധികം പ്രകോപിപ്പിക്കാനോ ചിരിപ്പിക്കാനോ ഒരു ബാലൻസിലും കൊണ്ടുപോകണം. ഇതിപ്പോ കറണ്ട് ഉത്പാദിപ്പിക്കാനുള്ള കഴിവായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. ഇക്കിളിയിട്ട് സന്തോഷിപ്പിച്ചോ മാനസികമായിട്ട് പീഡിപ്പിച്ചോ കുറച്ച് വൈദ്യുതി ഉത്പാദിപ്പിച്ച് 10 പോയിന്റ്സ് ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോ അങ്ങനെയാണോ? ചിരിക്കുമ്പോഴും കരയുമ്പോഴും വിശക്കുമ്പോഴും കറണ്ട് ഇങ്ങനെ പോയി വന്നു. അങ്ങനെയല്ല, കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഭക്ഷണ രീതി കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അല്ലാതെ വെറുതെ പട്ടിക്ക് പൂച്ചയ്ക്ക് ഉള്ളത് തിന്നാ മതി. പോറച്ച് ഉണ്ടാക്കാനേ അറിയാവുള്ളൂ. കഞ്ഞി ഗൈസ്, ഇതൊക്കെയാണോ ദോശ? ഇതിലും റൗണ്ടായിട്ട് ഞാൻ ചുടും. ഇവിടത്തിലുണ്ട്. ഇന്റർവെൽ അവറായി. ഈ സമയം കൊണ്ട് ശരീരത്തിലൊരു വിസിബിൾ രോമാഞ്ചം അനുഭവപ്പെടേണ്ടതാണ്. ആക്ഷൻ സിനിമകളോട് കമ്പമില്ലാന്ന് തോന്നുന്നു. ചന്തയായിട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് മാഫിയ ഇടാന്ന് വിചാരിച്ചേ, ഇനിയിപ്പോ വേണ്ട. എന്നാലും ബാബു ആന്റണി പടങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഒരു കാരണവും കാണുന്നില്ല. വയലൻസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. കണ്ടോ ഇൻട്രസ്റ്റ് കയറി വരുന്നുണ്ട്. ആ മൊമെന്റിൽ ഞാൻ തീരുമാനിച്ചതാ, ഈ അന്യഗ്രഹ ജീവിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ എലിയാമ്മ അവൾ എൻ്റെ അന്ന്. ഒരു ബ്ലൈൻഡ് അറ്റംപ്റ്റ് ആയിരുന്നെങ്കിലും എൻ്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലാത്തതിൻ്റെ പേരിൽ അവൾക്ക് വേണേ എന്നെ തീർക്കായിരുന്നു. പക്ഷെ അവളത് ചെയ്തില്ല. ഞാൻ ഏതായാലും ഒരു നാണം ഇല്ലാതെ പോയി സോറി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ രാത്രി എൻ്റെ കൂടെ പുറത്തു വരുന്നോ എന്ന്. വളഞ്ഞ വഴി പ്രയോഗിക്കാതെ നേരാവണ്ണം മുഖത്ത് നോക്കി ചോദിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇരുട്ടിൻ്റെ ആത്മാക്കളും നിയോൺ ബൾബുകളും പിന്നെ ഞങ്ങളും. I can speak if you can fix this. എത്രയും പെട്ടെന്ന് ഒന്നാക്കണം. കൊടുക്കും. വൈബു, ഇതൊന്ന് ശരിയാക്കി തരൂ. ഇതവിടെ കഴുത്തേ കിടന്നല്ലേ? ഇതവളുടെ സ്പീച്ച് മെഷീനാന്നാ തോന്നുന്നത്. ഇത് നന്നാക്കി അവൾക്ക് സംസാരിക്കാൻ പറ്റും. നീ ഇത് ശരിയാക്കി തരുമോ? ഇല്ലേ? തരാം മാൻ. ഇതിന് ആരുടെ സൗണ്ട് വേണം? സിനിമാക്കാരുടെ സൗണ്ട് വേണം. കിട്ടൂ. ആക്ടേഴ്സിന് വേണമെങ്കിൽ തൊട്ട് കൊടുക്കേണ്ടി വരും. ഈ ഞാൻ എവിടെ പോവാ? 71 മെട്രോ പോസ്റ്റിലെ റെട്രോ നീ എന്തോ അടിച്ചു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ബോധം കെട്ട് കിടന്നപ്പോ ഞാൻ നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടെത്തിച്ചു. അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞതാ, നീ ഏണിയാ. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്നിട്ടിപ്പോ നീ അൾട്രാ ഏണിയായി. വിക്ടർ സർ രാഘവന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത ഫോൾഡേഴ്സ്. ഓ മതി, നമ്മളല്ലേ കേൾക്കുന്നുള്ളൂ. CID മൂസ കാണും. അന്ന് തന്ന ഉമ്മേന്ന് തന്നെ എനിക്ക് അവളുടെ മനസ്സിരിപ്പ് പിടികിട്ടി.
ഇനി ആ സ്പീച്ച് മെഷീൻ കൂടി ഒന്ന് നന്നാക്കിയിട്ട് വേണം എനിക്ക് അവളുടെ സുന്ദരമായ ശബ്ദത്തിൽ നിന്ന് ഐ ലവ് യു അൽനേട്ടാ എന്ന് കേൾക്കാൻ. ചരിത്ര നിമിഷമായിരിക്കും. ഒരു അന്യഗ്രഹ ജീവി ഒരു മനുഷ്യനോട് ആദ്യമായി ഐ ലവ് യു എന്ന് പറയുന്നു. രാഘവ, ഒരു മനുഷ്യനും അന്യഗ്രഹ ജീവിയും തമ്മിൽ കല്യാണം കഴിച്ചതായി എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? 18 16 ദമ്പതിമാർ വിവാഹമോചനം നേടുകയും മാറി താമസിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം മിക്ക അന്യഗ്രഹ ജീവികളുടെ വിശാലമായ ചിന്താഗതികളോട് സങ്കുചിതമായി പെരുമാറിയ മനുഷ്യ മനസ്സാണ്. അവരുടെ ശരികൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തെറ്റുകളാകാനുള്ള സാധ്യത. അപ്പൊ ഈ 18 പേരിൽ 16 പേര് ഇങ്ങനെയാണെങ്കിൽ ബാക്കി 2 പേര് അവർ മരിച്ചു ഒന്നായിരിക്കും അല്ലേ? തത്വത്തിൽ എനിക്കറിയാനുള്ളത് അതല്ല, മനുഷ്യൻ അവരുടെ ഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? അലൻ, താങ്കൾ ആ ചോദ്യം കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അവിടെ ഓക്സിജൻ ഉണ്ടോ? അതായത് ഓക്സിജൻ ശ്വസിക്കാനായിട്ട് നമ്മൾ പോയിന്റ്സ് കൊടുക്കേണ്ടി വരുമോ? ഇവിടെ എന്റെ ഈ ഗ്രഹത്തിൽ താമസിക്കുന്നതിന് വാടക തരാൻ ഗതിയില്ലാത്തവനാണ് അവളെയും കൊണ്ട് ഗ്രഹം മാറി അന്യഗ്രഹത്തിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ പോകുന്നത്. ഇതല്ലേ ശരിക്കും? ഇതിന് ശബ്ദമില്ലോ കേൾക്കൂടി? തന്നേക്കാൻ മിണ്ടാതെ ഉരിയാടാതെ കൊണ്ടണീക്ക. ഒന്നും ഒരുങ്ങി ഗന്ധർവനെ പോലെ പോ. ഞാൻ പോയി ആക്കൊരു ചായ കൊടുത്തിട്ട് വരാം. സാർ ചായ. ലവ്, പ്രണയം, കാതൽ. എടാ ചെറുക്ക, കുറച്ച് ദിവസമായി നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. ഇതെന്താ മോന്റെ അമ്മയുടെ സൗണ്ട് വല്ലതും ആണോ? എന്താ ഈ ശബ്ദം? ആ, അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. വല്ലാത്തൊരു ചെയ്ത്തായി പോയി കേട്ടോ. അതെ, ചെയ്ത്തായിപ്പോയി. ഏലിയന്റെ വരെ ചേപ്പ്. വഴി കൂടെ പാട്ടയം പറക്കി നടന്നവനെ പിടിച്ച് ഈ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞുപോയി. എന്താ വിഗ്രഹമോ? എന്നാലും ഈ ചെറുക്കനെ പറ്റി. നീ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? അവളുടെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എപ്പോഴേ പറഞ്ഞാലേ 4 ബോയ്സ് ഫ്രീ ആയിട്ടുള്ളത്. അല്ലെ പിന്നെ പോയിന്റ്സ് കൊടുക്കേണ്ടി വരും. ഓഹോ, ഏതൊക്കെയായിരുന്നു നിന്റെ ഓപ്ഷൻസ്? MS തൃപ്പൂണിത്തറ, അടൂർ ഭവനി, അടൂർ പങ്കജം, ദാസേട്ടനോ ചിത്ര ചേച്ചിയോ ഒന്നും ഇല്ലേ? ആക്ടേഴ്സ് ഉള്ളൂ പറഞ്ഞാലേ. ഇങ്ങനെയുള്ള അവസരങ്ങൾ തീ തുപ്പിക്കൂടെ? എന്താ ഭാഗ്യലക്ഷ്മി ചേച്ചി വല്ലതും? ആക്ടേഴ്സ് ഉള്ളി. ഇത് ബെസ്റ്റാ. പിന്നെ തല്ലി ഒരുത്തനും ഗുണം വരുന്നത് ഒരു പരിപാടിയും ചെയ്യരുത്. ഈ ശവം വന്നേ പിന്നെ 4 സൈഡിൽ നിന്ന് അടിയാ കഴിച്ചു. കുറച്ച് കഞ്ഞി വേണമെന്ന് ചോദിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഇതൊക്കെ തന്നെ ധാരാളം. ഞാനൊക്കെ ഒരു നേരം ഭക്ഷണം കഴിച്ചാ ശീലം. എന്തുവാടാ ഇത് ശബ്ദം? ഇവനോട് ചോദിക്കും. ഒരു മതോലി ഫീൽ ഇല്ലേ? പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിൽ ഞങ്ങളും മനുഷ്യന്മാരും അയൽക്കാരായിരുന്നു. ചിന്തയിൽ ഞങ്ങളുമായി യോജിച്ചു പോവില്ലെങ്കിലും നിങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് സഹോദര തുല്യരാണ്. വിഭവ ചൂഷണം വ്യാപകമായി തുടർന്നു പോകവേ അവർ ആലോചിച്ചില്ല. ഒരിക്കൽ മാതൃഗൃഹം വിട്ട് പുതിയ താമസയോഗ്യമായ പ്രവിശ്യകൾ നോക്കി ദുഃഖകരം. ഇവിടെ ഭൂമിയിൽ മനുഷ്യർ ചെയ്തു കൂട്ടിയതൊക്കെ നിങ്ങളുടെ പൂർവികരുടെ ക്രൂരതകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന വരവേൽപ്പ് തന്നെ ആയുധങ്ങൾ കൊണ്ടല്ലേ? സമാധാനകാംക്ഷികളായ ഞങ്ങളെപ്പറ്റി എന്തെല്ലാം കഥകളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. സ്വാഭാവികം. കാര്യം പറഞ്ഞത് കൊള്ളതാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് അവളും രാഘവനും നേരെ ബയോളജി ക്ലാസ്സിലേക്കാണ് കയറിയത്. ഈ മനുഷ്യരെല്ലാം കുരങ്ങന്മാരിന്ന് ഉണ്ടായെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാനും സാറും. എന്നെ ഇനി നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഈ കണ്ണിച്ചോരില്ലാത്തവന്മാർ നിന്നെ കൊണ്ട് കളഞ്ഞിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു. ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കുന്നതിൻ്റെ നന്ദി കാണിച്ചല്ലേ പറ്റൂ. അവർ നിന്നെ കരിഞ്ചന്ത വിൽക്കാൻ പോകും. നാളെ നിന്നെ കൊണ്ടുപോകാൻ ടീംസ് വരും. ബട്ട് ഐ എം ഹെൽപ്ലെസ്. നാളെ ഞാൻ സ്റ്റോർ വരെ പോകുന്നുണ്ട്. കൂടെ നിന്നെ കൊണ്ടുപോകാം. എൻ്റെ ജീവൻ പണയം വെച്ചാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കും. പക്ഷെ വഴിയിലെ ടോൾ ഗേറ്റിൽ കൈക്കൂലി കൊടുക്കാൻ കുറച്ചധികം നിന്റെ ഉണ്ടാവില്ലേ? എൻ്റെ കയ്യിലില്ല. വിധിയാണ് കുട്ടി, വിധി. ഏലിനെ ചതിച്ചാൽ പുണ്യം കിട്ടും. വന്നല്ലേ എന്താ നീ ഇങ്ങനെ? അല്ലെനെങ്ങാനും കണ്ടാലോ? അവൻ തകരില്ലേ?
കുഴപ്പമില്ല, പിടിച്ചോ. തെറ്റിയാത്തവരായി ആരുണ്ട് ഇല്ലാമേ? അവിടൊക്കെ ഇങ്ങനെയാണോ? പിന്നെ നല്ല സുഖമുണ്ടോ? എടാ നയവഞ്ചക, இதோட இதுல கலர் சூப்பரா இருக்கு. இதுல பார்க்க கலர் நல்லா இருக்கு. டல்னஸ் ஓவர் ஒயிட் வந்து டல் பண்ணுவாங்க. நோட் பண்ணியா ഇയർ 2050 ഇത് ബാക്കിയുള്ളവർക്കുള്ളതാ കേട്ടോ. അതേ ഫുഡ് ഇവിടെ ഓരോരുത്തരും കഴിക്കുന്നതിന് ഒരു അളവൊക്കെ ഉണ്ട്. ആ അളവൊന്നും മുതലാളി കഴിച്ചതിന്റെ ബാക്കി വെച്ചാൽ ഞങ്ങളെ കഴിക്കണം എന്നാണോ? കഴിക്കാനിരുന്നാലും ഉറങ്ങാൻ കിടന്നാലും ഒരേ തരം തരുക. എന്ത് പോറ് പരിപാടി അത്? വൈബേ, നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടായി? അപ്പൊ സംസാരിക്കുന്നതിന് ഇവിടെ നിബന്ധനയുണ്ടോ? നീ ബോധമില്ലാത്ത ഇവിടെ ബോധമില്ലാതെ ഒരു ബോധമുള്ള ഒരു വീടും തുറന്നു വെച്ച് കണ്ട റൂൾസും പറഞ്ഞ് താൻ എന്താ ജന്മികളോ കാച്ചി കളഞ്ഞാൻ എന്താടാ വിടാ എന്നെ എന്താ ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? നീ ഒരു ഫ്യൂഡൽ തെമ്മാടിയാണോടാ വിക്ടറെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി? നീ ആദ്യം ഒന്നിരി, ഇങ്ങ് വന്നേ. എടാ, നിനക്ക് ഞങ്ങളെ രണ്ടുപേരും വിശ്വാസമില്ലാന്നറിയാം, പക്ഷെ ഇവനെ വിശ്വസിക്കാം. അതിനിവനേതാ? എടാ, ഇത് രാഘവൻ, കമ്പ്യൂട്ടറാ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനുഷ്യരെ പോലെ മാനിപ്പുലേറ്റ് ചെയ്യില്ല. നീ ആരായിരുന്നു എന്നൊക്കെ നിനക്ക് ഇവൻ പറഞ്ഞു തരും, പക്ഷെ അത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം. ഹലോ വൈഭവ്, ആദ്യമായി ഇവിടെ വരുമ്പോൾ താങ്കളുടെ മെറ്റാഗ്രാം യൂസർ നെയിം _Chetta_69 എന്നായിരുന്നു. ഡോണ്ട് ടച്ച് മീ, പണിയൊന്നുമില്ല. ഹായ് ബേബി. കാലേ വാരി ഞാൻ താഴെ അടിക്കും. ഓക്കെ, പിന്നെ മതി. ഇതും കൂട്ടി 25ആയി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അവള് മറ്റേ തന്നെ ഏലിയൻ, അല്ലാതെ സുമലതയും കനകലതയും ഒന്നുമല്ല. അപ്പം നമ്മൾ 25 തവണ വിക്ടർ സാറിന് വേണ്ടി കണ്ണടച്ചിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പം കയറി നിരങ്ങണം. ഏലിയാമ്മ, തനിക്ക് 250 വയസ്സാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ ഒരുപാട് ലോകങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകില്ലേ? തന്റെ കോസ്മിക് യാത്രകളെ കുറിച്ച് വിവരിക്കാമോ? ഗ്രഹങ്ങൾ, ലോകങ്ങൾ, സംസ്കാരങ്ങൾ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചധികം ഇടങ്ങളിൽ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ താൻ പോയിട്ടുള്ള ഇടങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലം ഭൂമിയായിരിക്കുമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. മനുഷ്യർ ചെറുപ്പമാണ്. ഏതൊരു ടൈപ്പ് എ സിവിലൈസേഷനെയും പോലെ പക്വതയില്ലാത്തവർ. എന്താ രണ്ടുപേരൂടെ ഇതിനകത്ത് പരിപാടി? ഏലിയാമ്മ നടത്തിയ ഗോളാന്തര യാത്രകളെ കുറിച്ച് ചില വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു. അതെ അതെ, ഈ ഇടത്താവളം വിട്ടു പോകുന്നതിന് മുമ്പ് മനുഷ്യർക്കായി എന്തെങ്കിലും ബാക്കി വെച്ചൂടെ ഏലി? രാഘവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഏലിയാമ്മയുടെ രൂപം ഒരു ഭാഷയായി ഉപയോഗിച്ച് മാനവരാശിക്കും ഭൂമിക്കും വേണ്ടി ഒരു പ്രേമകാവ്യം രചിക്കാൻ വിക്ടർജിയെ സഹായിക്കില്ലേ? നിനക്കറിയാലോ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഞാൻ അവളുടെ അടുത്ത് നിന്ന് പറയാൻ പോവാ, നീ എൻ്റെ പെണ്ണ അല്ലേ? ഇങ്ങനെ വാ തുറന്നിരിക്കാതെ എന്തേലും പറയണ്ട റെക്സി. എന്തോന്ന് എക്സ്പ്ലെയിൻ? എനിക്ക് കണ്ടുകൂടെ? എന്നാൽ എന്നോടത് വേണ്ടായിരുന്നില്ല അമ്മ. പൊസസീവ്നെസ് കൂടാതെ സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടോ? സ്നേഹമെന്ന വികാരം ഒരു ബാധ്യതയാവാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കഴിയില്ല. എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അതിനെന്താ, കരഞ്ഞോ? പേരപ്പനവളെ ഇരുത്തി എന്തോ വരച്ചെന്ന് കരുതി ഞാനെന്തിനാ വെറുതെ? ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഈ നശിച്ച ലോകത്തെ കെടുതികൾ കാണുമ്പോൾ തോന്നുക ഇന്നേക്ക് വരെ എൻ്റെ ഭാര്യയുടേതല്ലാതെ മറ്റൊരു സ്ത്രീയുടെ നഗ്ന ശരീരം ഞാൻ കണ്ടിട്ടില്ല. ഇന്നേ വരെ ഞാൻ പറഞ്ഞതും കാണിച്ചതും വെറും ഷോ. നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അപ്പൊ ഇതുവരെ വരച്ച നേക്കഡ് ബോഡീസ് അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ശരീരം ഞാൻ കണ്ടിട്ടുള്ളത്, ആ ശരീരം തന്നെ എല്ലാത്തിനും എൻ്റെ സ്ത്രീകളുടെ. അത് ശരി. വരവോ?
ക്രോസ് ബ്രീഡിംഗാ? നീ ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് കറന്നുണ്ടല്ലോടാ. എന്തു നിന്റെ പരിപാടി? സാറേ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ. നിനക്ക് ഇവിടുത്തെ കന്നിമൂല എവിടാന്നറിയോ? അറിഞ്ഞൂടാ സാർ. കുറച്ച് കട്ട കിട്ടു. ഇത് നമ്മുടെ വിക്ടർ സാറിനുള്ളതാ. ആള് പാവൊക്കെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൊടുത്ത് പുള്ളിയെ സമാധാനത്തോട് പറഞ്ഞേക്കാം. മൂപ്പർക്ക് ചന്ദ്രനിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോൾ സ്വർഗത്തിൽ പോട്ടെ. ബാക്കിയുള്ളത് അവന്മാരുടെ കുണ്ടിക്കും കയറ്റാം. இது பாம் செட் பண்றாங்களா? ஆபத்து உண்டுதானே கண்ணுல ஏலியன்டா அது. யோகிரா இமைக்குள்ள பாத்தியா? ഈ ഹോമം കുറച്ച് ഡാർക്കാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആ അന്യഗ്രഹ സ്ഥാനത്തെ നമ്മൾ ആന്റി എം പി ടാഗ് ഇട്ട് ബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടും. അതിനുശേഷം ഈ ഹോമത്തിന്റെ മന്ത്രോദ്ധാരണം അതിന്റെ ഉച്ചസ്ഥായിൽ മുഴങ്ങുമ്പോൾ വിഭൂതികൾ വരും. നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. നീ ഓടി തള്ളിക്കോ, ഞാൻ സേഫാ. അയാളുടെ നോട്ടം കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷെ അടുത്ത 10 സെക്കൻഡിൽ മനസ്സിലായി അത് വെറും പട്ടി ഷോ ആയിരുന്നു. ഇവന്മാര് വിഭൂതികളെന്ന് വിളിക്കുന്നതും മറ്റാരെയല്ല. എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ എത്തിച്ചേരുക. പോലീസിന് വേണ്ട സഹായം ചെയ്യുക. നേരിടാൻ മടിക്കരുത്. ശ്രദ്ധിക്കുക, அவங்களும் பிரச்சனை ஆரம்பிச்சு அவங்களே ഡോക്യുമെന്ററി എടുക്കാം. വീട്ടിൽ പോടാ. ஆஸ்பெக்ட் ரேஷியோ டாக்குமெண்ட்ல இருந்து ஃபிலிம் எலிப்டிக்கல் ஷீட் எல்லாம் பார்த்தோம்னா അപ്പൊ നേരത്തെ അറിയായിരുന്നില്ലേ? അന്ന് രാത്രി അതിനുശേഷം അജയസേനയുടെ അണികൾ ഞങ്ങളുടെ ബങ്കറിൽ കയറി നിരങ്ങി. പക്ഷെ ഒറ്റ ഒരുത്തനും വന്നതുപോലെ തിരിച്ചു പോയി. ഓടുന്നതിൻ്റെ ഇടയിൽ ജോമോൻറ്റി ജോണിനെ പോലെ ഇരിക്കുന്ന ഒരാളെ പിടിച്ചു നിർത്തി ഞാൻ ചോദിച്ചു അവളെ. അപ്പോൾ അവൻ പറയുക, ഞങ്ങളെ തല്ലി ബോറടിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു അവൾ നാളിൽ മാറി നിന്ന് ഡാൻസ് കളിക്കുക. ഹോ, ഇവളുടെ കൂടെ വേണ്ടേ ഞാൻ എൻ്റെ ശിഷ്ടകാലം ജീവിക്കാൻ? നാളെ ഗാർഹിക പീഡനത്തിൽ തെറിച്ച് ഞാൻ മരിച്ച പിന്നെ എൻ്റെ പേരപ്പൻ ആരുണ്ട്? വയലന്റ് ക്രീച്ചേഴ്സുമായുള്ള സഹവാസം എനിക്ക് ശരിയാവില്ല. മഞ്ഞ വസ്ത്രത്തിൽ എന്തോടാ ഇത്? യുദ്ധഭൂമിയും ഇവിടെ ആകെ പുകയും പടലും ഒക്കെ ആണല്ലോ. വിഷു ആയിരുന്നു. അലൻ എവിടെ? സർ, ഇതമ്മ രണ്ടും തീർന്നു. ഞാൻ നേരത്തെ ഓടി വെച്ചതാ. ഇവക്ക് പോണെന്നാ പറയുന്നത്. എവിടെ? ഇവളുടെ പോർട്ടലിലോട്ട്. ഓഫ് കോഴ്സ്, വിട്ടുകളാ. ഈ ബാറ്ററി വണ്ടി പോയി കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ ട്രാക്ക് ചെയ്യില്ലേ? അതിന് നമ്മളൊന്നും ഇതിൽ പോകുന്നില്ലല്ലോ. നീ പെട്രോൾ ഒഴിച്ചു ഓടുന്ന വണ്ടി കൂട്ടോ? ഇല്ല സർ. Then you are in for a surprise. സർ, നിങ്ങൾ നല്ലവരാ അതോ കെട്ടവരാ? അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജിപ്സി അർജുനറിവില്ല. അർജുനറിവില്ല. Unidentified fossil fuel vehicle spotted at Restricted Island Bridge, pathway to substation 2 by vehicle registration belongs to veteran Major Victor Vasudevan. എൻ്റെ പേരപ്പനും അജയ്സേനയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളൊക്കെ തന്നെ. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പേരപ്പൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമില്ല. ഇന്ന് ഏലിയാമയെ കൊണ്ടുവിടാൻ മുൻകൈ എടുത്തതിൻ്റെ പേരിൽ പേരപ്പൻ്റെ ചന്ദ്രനിലേക്കുള്ള വിസ വരെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പുള്ളിക്കൊരു വിഷയമേ അല്ല. വിക്ടർ സർ ഒരു കില്ലാടി തന്നെ. സമൂഹങ്ങളിൽ എവിടെയുള്ള വാഗ്ദത്തഭൂമിയുടെ അധിക തീരങ്ങൾ തേടിയുള്ള മറ്റൊരു നീണ്ട യാത്രയുടെ ആരംഭം. 1 വർഷം അങ്ങനെ പോയി. പഴയ കേരളം പിന്നെ 2 മീറ്റർ വെള്ളത്തിനുള്ളിൽ. വിക്ടർ ആണെങ്കിൽ ചന്ദ്രനിലേക്ക് വിട്ടു. വൈബാണെങ്കിൽ പറയുന്നത്
വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിക്ടറിനെ ഗാർഡ്സിലുള്ള സമ്മർ പാലസിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. അലൻ ഇപ്പോഴും അവളെ വിട്ടിട്ടില്ല. നമുക്ക് എലിയമ്മച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കിയാലോ? മിസ്റ്റർ പല്ലുകൊഴിഞ്ഞ കാമുകൻ, മാറ്റർ വരടാവേ. ഇതെൻ്റെ 557ാമത്തെ മെസ്സേജാണ്. താനവിടെ എത്തിയിട്ടൊരു മെസ്സേജൊക്കെ അയക്കുമെന്ന് വിചാരിച്ചു. തനിക്കവിടെ സുഖമാണോ? ഞാൻ എന്നും തൻ്റെ കാര്യം ഓർക്കാറുണ്ട്. എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും ഞാൻ, യോസ് ട്രൂലി അലൻ, സൈനിങ് ഔട്ട്. മെസ്സേജ് സെൻഡ് ടു K218b orbiting the red dwarf K218. गाड़ी तो दिया लिखा എടോ, ഇത് ഞാൻ അല്ല, താനിപ്പോ അങ്ങോട്ട് കയറിപ്പോയിട്ട് അരമണിക്കൂറായിട്ടേ ഉള്ളെങ്കിലും വല്ലാത്തൊരു വിഷമത്തിലോ എനിക്ക്. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോ എനിക്ക് റിപ്ലൈ അയക്കണേ. ശരി, ബൈ. ട്രാവൽ ആയി പോണല്ലോ. അവൻ നിന്നെ വിട്ടിട്ട് പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല കേട്ടോടി. பிளானட் கேட் பிளானட்டா கெங்கனாச்சாரி வந்து என்னன்னா வந்து படத்துல அந்த அன்ரியல் இன்ஜின் 4 அப்புறம் அந்த என்விரான்மெண்ட் செட்டிங்கு அந்த ஏஐ அதுக்கப்புறம் அந்த பார்ட்டி ஆளுங்க எல்லாரும் கலர் கலரா மாஸ்க் போட்டு ஃபியூச்சரிஸ்டிக் திங்கிங் அதெல்லாம் ஓகே. இந்த வேர்ல்டு செட் பண்ணதெல்லாம் அருமையா இருந்தது. ஆனா ஃபியூச்சர் வேர்ல்டு அது வந்து பெரிய ஸ்கேல்ல காமிக்காம இப்படி பார்ப்போம் தெரியுமா, இந்த மாதிரி காமிச்சு க்ளோஸாகவே வச்சு அது அட்ஜஸ்ட் பண்ணி, ஆனால் ஃபியூச்சர்னு ஒரு நம்புற மாதிரி இருந்துச்சு. நம்புற மாதிரி இருந்தது. நம்ம அந்த அதுல வந்து வலை பார்ட் 1 அது பார்த்து அது வலை அது பார்த்தோன்னே ஓகே இது வந்து ஃபியூச்சர் படம் நம்பலாம் அப்படி அந்த மாதிரி தான் இதுவும் இருக்கு. அது அவர் கொஞ்சம் இதுவாக இப்போ அந்த ட்ரெயிலர் பார்த்தா தெரியும் நினைக்கிறேன். ஒரு பொண்ணு ஒன்று இருந்துச்சுன்னு நினைக்கிறேன். அதில் தெரியல, அவ்வளோ தூரம் போக வேண்டாம். ஆமாம் இல்லை அவ்வளோ தூரம் போக வேண்டாம். அப்புறம் என்னன்னா வேர்ல்ட் செட்டிங் வந்து சூப்பராக இருந்தது. அதுக்கு வந்து அழகாக இது ஃபியூச்சரில் இப்படி தான் இருக்குது. எல்லாரும் வந்து அந்த பெட்ரோல் கார்லாம் போயிடுச்சு, பேட்டரி கார் வருது, கவர்மெண்ட் எல்லாரையும் வந்து மானிட்டர் பண்ணுறாங்க, இன்டர்நெட் இல்லை, அப்புறம் அந்த ஃப்ரீ ஸ்பீச் இல்லை, அந்த மாதிரிலாம் நிறைய வந்து அந்த ஏதோ சேனான்னு ஒன்று இருந்துச்சு தெரிஞ்சு அதை அழிக்கதான் வந்து வந்திருக்காள் இந்த உலகத்துக்கு. அந்த இவனுங்க வெள்ளை கலர் துணி போட்டு இருந்தாங்க, கிளைமேக்ஸ் சண்டை போட்டால விபூதிஸ்ன்னு சொன்னாங்க. ஸோ அது எல்லாமே நல்லா இருந்தது. ஆனால் என்னன்னா வந்து ஸ்டோரி தான் சிங்க் ஆகவே இல்லை, அந்த அளவுக்கு சிங்க் ஆகல. அது ஏதோ சொல்லிட்டு போயினே இருக்காங்க. அவங்க ஒருத்தர் அவர் பேர் பேசிட்டே இருக்காங்க. அதான் தியேட்டர் பிளே மாதிரி இருந்துச்சு. அங்கிள் ஒருத்தர் இருந்தாரு, அவரை பற்றி டாக்குமெண்ட் எடுக்க போறாங்கன்ற வரைக்கும் ஓகேவா இருந்தது. அதுக்கப்புறம் வந்து படம் வந்து பேசினே இருந்ததுனால எது எங்க போகுதுன்னே தெரியல. எனக்கு கேரக்டர்லாம் வந்து செட் ஆயிடுச்சு. அங்கிள் வந்து எப்படின்னா ஒரு ரிட்டையர்டு மிலிட்டரி ஆஃபீஸர் மேஜர்ன்ற மாதிரியும், அஜிவ் வந்து ஒரு பிளே பாய்ன்ற மாதிரியும், இவர் வந்து ஒரு இன்ட்ரோவர்ட்னு சொல்லுவாங்க. இவருக்கு எதுவுமே செட் ஆகி வரல. அந்த மாதிரி ஒரு கேரக்டரா செட் பண்ற வரைக்கும் எனக்கு படம் நல்லா சிங்க் ஆச்சு. அதுக்கப்புறம் வந்து எனக்கு பொண்ணே ஒரு மணி நேரம் கழிச்சு தான் நினைக்கிறேன். ஆமா, அதுக்கப்புறம் அந்த பேர் தான் கொஞ்சம் ஸ்டோரி மூவ் ஆகுது. ஏலியன் கேரக்டர் நல்லா பண்ணிருந்துச்சு. ஓகே தான். ஒரு மாதிரி ஃபங்கியா இருந்துச்சு மூவி. நம்ம அஜு இருப்பார் பத்தியா, அந்த தட்டத்தின் மேலே ஒரு ஸ்டைலாக லுக்காக இருப்பார் அந்த மாதிரி. ஆனால் என்னன்னா வந்து அந்த அன்ரியல் இன்ஜின் சீன்ஸ்லாம் வந்து பக்காவாக ரெண்டர் பண்ணிக்கிறாங்க. எனக்கு தெரிஞ்சு ஆயிருக்கும் எப்படி இருந்தாலும் ஒரு 6 மாதம் 7 மாதம் ஆயிருக்கும் எல்லாம் ரெண்டர் ஆகி முடிச்சு வர்றதுக்கு. அந்த வாக் ஒன்று இருந்தது பற்றி எல்லா பிளானட்லேயும் ஒரு வாக் போன மாதிரி, அதெல்லாம் வந்து ரெண்டர் ஆகி முடியறதுக்கு கொஞ்சம் கஷ்டமாக இருந்திருக்கும். அதெல்லாம் வந்து பெஸ்ட்டு. ஆனால் சூப்பராக எங்கே தேவையோ அதான் சிஜி பண்ணியிருந்தாங்க. அதெல்லாம் ஓகே. அது அதே மாதிரி வந்து ஒரு மூட நம்பிக்கை வந்து ஒன்று சொல்லியிருந்தாங்க. அவ்வளோ டெக்னாலஜி காமிச்சு அவர் மந்திரம் போட்டுருந்தது. அதே மந்திரம் போட்டு அவர் பேய் வர வச்சா கூட பரவாயில்ல, மந்திரம் போட்டு மனுஷங்க தான் வர வச்சுன்னு பாரு. அதுவும் நான் சொல்றேன், எனக்கு ஒன்றும் ஆகாது. ஏன்னா வந்து போட்டு கயிறு தெரிஞ்சுட்டேன் நான். ஆனால் அது என்னதான் டேங்க் நல்லா டேங்க் பண்ணிருக்கேன். என்னதான் நீ டெக்னாலஜியாக வந்தாலும் சில விஷயத்தை அழிக்க முடியாதுன்னுவாங்கல்ல, அது வந்து அது ஒரு பெஸ்ட் எக்ஸாம்பிள். ஓகே சரி பார்த்தாச்சு. நிறைய கமெண்ட்ஸ் வந்து படுத்துக்கு நல்ல ஒரு ட்ரை தான் அது. அதுவும் இல்லாமல் வந்து எங்கே வந்து பெரிய டேங்க் நான் வந்து பார்த்தேன்னா 2050 இன்னும் வந்து சோறு கஞ்சி அதெல்லாம் எக்ஸ்பெக்ட் பண்ணி. ஆனால் அப்பளம் இல்லை ஊருக்கு தானா அப்படியா? அதெல்லாம் சில விஷயத்த மாற்ற முடியாது, ட்ரெடிஷன் கூடயே தான் வரும். ஸோ கைஸ் வந்து எங்கன்னா சரி வந்து இவர்களே பார்த்துட்டோம். ஸோ நம்ம வந்து வலை
அது தேட்டரில் பார்க்க முடியல பார்ப்போம். பார்ட் ஒன். ஸோ ஆனால் எனக்கு தெரிஞ்சு அதுக்கு இன்னும் கொஞ்சம் நல்லா இருக்கும். ட்ரெய்லர் நல்லா இருந்தது. ஸோ கேஸ் நம்ம வீடியோவில் இன்னொரு மூவி பண்ணுறது. சரி பரத் சரி ஆஃப்.